സർക്കാർ ഓഫീസിൽ രാത്രി അനധികൃത താമസം. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഡ്രൈവറുടെ അനധികൃത താമസം. പ്രദീപ് എന്ന ഡ്രൈവറാണ് ഓഫീസ് സമയത്തിന് ശേഷം ഓഫീസിനുള്ളിൽ കഴിയുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുമ്പോഴാണ് ഓഫീസിനുള്ളിൽ AC ഇട്ട് ഉദ്യോഗസ്ഥന്റെ അനധികൃത താമസം. നിങ്ങളല്ലേ രാത്രി ഇവിടുത്തെ സെക്യൂരിറ്റി? നിങ്ങളിത് ഈ സമാധാനം പറയേണ്ടി വരും കേട്ടോ. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് അവിടെ കണ്ടത്? ശ്യാം, റീജിത്ത, ജില്ലാ വ്യവസായ കേന്ദ്രം, അതായത് കളക്ടറേറ്റിനോട് ചേർന്നുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഓഫീസിനുള്ളിലാണ് ഇതേ ഓഫീസിലെ ഡ്രൈവറായ പ്രദീപ് എന്ന് പറയുന്ന ജീവനക്കാരൻ രാത്രി താമസിക്കുന്നത്. അതായത് ഓഫീസ് സമയം കഴിഞ്ഞ് ഓഫീസിനുള്ളിൽ AC ഇട്ട, നമ്മൾ വരുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ AC ഇട്ടാണ് ഈ ഡ്രൈവറും മറ്റൊരു നൈറ്റ് വാച്ച്മാനും ഇതിന്റെ അകത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇദ്ദേഹത്തെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇതിന്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഏതായാലും രാത്രിയിൽ ഓഫീസ് സമയം കഴിഞ്ഞൊരു സർക്കാർ ഓഫീസിൽ, അതും ജില്ലാ വ്യവസായ കേന്ദ്രമുള്ള ഒരു ഓഫീസിനുള്ളിൽ ഒരു ജീവനക്കാരൻ എങ്ങനെ താമസിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇദ്ദേഹം ഇവിടെ താമസിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഈ വിവരം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയത്. അങ്ങനെ എത്തുമ്പോഴാണ് ഈ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് 3 നില കെട്ടിടമാണ്, അതിന്റെ നടുക്കത്തെ നിലയിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ തന്നെ കാണുന്നത്. നമ്മൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ, എങ്ങനെ ഈ ഓഫീസിന്റെ ഉള്ളിൽ ഓഫീസ് സമയം കഴിഞ്ഞ് താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥനും ഓഫീസ് സമയം കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഓഫീസിനുള്ളിൽ താമസിക്കരുത്, അത് സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ എങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അനധികൃതമായി ഇവിടെ താമസിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു സർക്കാർ ഓഫീസിലാണ് ഒരു ഡ്രൈവർ, അതും സ്ഥിരം ജീവനക്കാരനായ സർക്കാർ ജീവനക്കാരൻ അനധികൃതമായി താമസിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഇവിടുത്തെ ഓഫീസ് അടക്കം സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഒക്കെ ഈ ലൈറ്റുകളും ഫാനുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് പറയുമ്പോഴാണ് ഓഫീസിനുള്ളിൽ AC ഇട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുകയും നമ്മൾ വിളിക്കുമ്പോൾ ആ ഷട്ടർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നത്. ഒരു കാരണവശാലും ഓഫീസിനുള്ളിൽ ജീവനക്കാർക്ക് താമസിക്കാൻ അനുമതി ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഈ ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധവും അനധികൃതവും ഒരു ചട്ടങ്ങളിലും പറയാത്ത രീതിയിൽ ഇവിടെ താമസിക്കുന്നത്. അതിനെ ന്യായീകരിക്കുകയാണ് ഇവിടുത്തെ നൈറ്റ് വാച്ച്മാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും. ഇപ്പോൾ ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം പറയുന്നത് ഈ ഓഫീസിനുള്ളിൽ താമസിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം അറിവോടുകൂടിയാണോ ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ശ്യാംകുമാർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.